ഹലോ ഗായ്സ്, ഇത് നാളെ അമ്മയ്ക്ക് ഡാൻസ് സ്കൂളിൻ്റെ ആനിവേഴ്സറിയുടെ പ്രോഗ്രാമാണ്. ഇതാണ് അവരുടെ ഡ്രസ്, ഇത് അവരുടെ ഓർണമെൻറ്റ്സ്. ഇതൊക്കെ ഇട്ട് കാണാൻ നല്ല രസമായിരിക്കും. നാളെ ഞാൻ കാണാൻ എക്സൈറ്റഡ് ആണ്. ഇത് ഡാൻസിൻ്റെ അമ്മ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. നമ്മളിപ്പോൾ അമ്മേനെ മേക്കപ്പ് ചെയ്യാൻ കൊണ്ടാക്കാൻ പോകും. എക്സൈറ്റഡ് ആണോ? യെസ്. ഞാനപ്പോൾ പോയി അമ്മേനെ മേക്കപ്പ് ചെയ്യാൻ കൊണ്ടാക്കിയിട്ട് വരാം. ഗേറ്റ് അടവായിരുന്നു. 3 ട്രെയിൻ പോയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ്. പേടിയുണ്ടോ? എന്തിന്? അങ്ങനൊന്നും ഇല്ല. നമ്മൾ മത്സരമൊന്നും അല്ലല്ലോ. നല്ല ചെയ്യണമെന്നുള്ള ആഗ്രഹം. ഇവർ രണ്ടും ഒരേ ഡാൻസിന് തന്നെയാണുള്ളത്. വന്നവർക്കെല്ലാം മുടിയിട്ടാവുള്ളതാണ്. അവരിലാണ് അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ട് മേക്കപ്പ് മാൻ എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ മുടിയിട്ടാതെ കറങ്ങി നടക്കുന്നെന്നും പറഞ്ഞു. അങ്ങനെ ഇതാ അമ്മയുടെ മുടി കെട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഷോയായി കാണിക്കുന്നത്. ഇതത് കഴിഞ്ഞ് മേക്കപ്പ് സാറിന് ദക്ഷിണ കൊടുക്കുന്നു. അങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. 3 ചെല്ലണം. ഫസ്റ്റ് ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ വന്ന് ഇത് ഇട്ട് വിടും. എന്നിട്ട് അടുത്ത ഒരു ആൻറ്റി അടുത്ത് ചെല്ലുമ്പോൾ ആൻറ്റിയാണിത് ബ്ലെൻഡാക്കി വിടും. അത് കഴിഞ്ഞ് അടുത്ത് കണ്ണൊക്കെ എഴുതാൻ വേറൊരിടത്ത്, അങ്ങനെ പലയിടത്ത് പോകണം. ഇത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ എടുക്കും. ഞാനങ്ങനെ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങ് വീട്ടിൽ പോയി. ഗായ്സ്, അപ്പം നമ്മൾ അമ്മയുടെ ഡാൻസ് കാണാൻ വേണ്ടി പോവാം. റെഡി ആയപ്പോൾ എക്സൈറ്റഡ് ആണ്. ഞാനും അച്ഛനും കൂടെയാണ് പോകുന്നത്. ഞാനങ്ങനെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇനി അമ്മ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് കാണിച്ചു തരാം. അങ്ങനെ അമ്മയെ ഞാൻ കണ്ടു, ദോ നിൽക്കുന്നു. അങ്ങനെ ഞാൻ താണ്ടെ അമ്മയടുത്ത് പോയി അമ്മേനെയും വിളിച്ചുകൊണ്ട് വന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടതിൻ്റെ റിയാക്ഷനാണ് ഈ കാണുന്നത്. ഇതത് കഴിഞ്ഞ് പുറത്തു പോയി അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി പുറത്തു പോയി നിൽക്കുക. ടെൻഷനുണ്ടോ? ഇല്ല. സുന്ദരിയായി. അങ്ങനെ ഞാനും നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത്. അമ്മാമ്മ കൊള്ളാവോ? സുന്ദരിയായോ മോള്? ഇത് അമ്മാമ്മ അമ്മയെ കണ്ടതിൻ്റെ റിയാക്ഷൻ. ഇതമ്മ ഫോണുമായിട്ട് നടന്നങ്ങ് സെൽഫി എടുപ്പ്. അങ്ങനെ താണ്ടി പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട്. ആങ്കർ വന്ന് ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഡാൻസ് കളിക്കുന്ന എല്ലാവരുടെയും ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ സ്ക്രീനിൽ. ഇതായിരുന്നു ഫസ്റ്റ് ഡാൻസ്. അത് കഴിഞ്ഞ് ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു. നല്ല രസം. കുഞ്ഞു പിള്ളേർക്ക് വന്ന് എന്ത് രസമായിട്ടൊന്നൊക്കെ കളിച്ച് സൂപ്പറായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറേ ഡാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ എങ്ങനെ ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് അമ്മയുടെ ഒരു ഫസ്റ്റ് ഡാൻസ് വന്ന ആ ഡാൻസാണിത്. ഇതുകൊണ്ട് നിൽക്കുന്ന അമ്മയെ നല്ലപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ഡാൻസ് തന്നെ എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്ന ഒരു പോസാണിത്. ഇത് ആദ്യത്തെ ഡാൻസ് കഴിഞ്ഞ് അമ്മ വന്ന് ക്ഷീണിച്ചിരിക്കുക. ഇതമ്മ അച്ഛനോട് ഡാൻസ് നല്ലപോലെ കളിച്ചോന്നൊക്കെ ചോദിക്കുക. ഇതായിരുന്നു അമ്മയുടെ ഡാൻസ് ടീം. ഇത് അവരുടെ രണ്ടാമത്തെ ഡാൻസ് ആയിരുന്നു. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഡാൻസ് ആയിരുന്നു ഇത്. ദാണ്ടെ നിന്ന് കളിക്കുന്ന അമ്മ നല്ല രസമായിട്ട് തന്നെ കളിച്ച്. ഇത് അമ്മയുടെയൊക്കെ ഡാൻസ് കഴിഞ്ഞ് വന്ന ഡാൻസ്. നല്ല ഡാൻസ് ആയിരുന്നു ഇത്. ഇതവിടെ സ്റ്റേജ് ഡാൻസ് കളിക്കുമ്പോൾ അമ്മ ബാക്ക് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് അമ്മയുടെ 3ാമത്തെ ഡാൻസ് ആയിരുന്നു ഇത്. നല്ല ഡാൻസ് ആയിരുന്നു. കൃഷ്ണൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏറ്റവും എനിക്ക് ഇവരുടെ ഇഷ്ടപ്പെട്ട ഡാൻസ് ഈ ഡാൻസ് ആയിരുന്നു. ഇതത് കഴിഞ്ഞപ്പോൾ ഓരോ ഡാൻസ് ഇഷ്ടംപോലെ ഡാൻസ് ഉണ്ടായിരുന്നു. ഒപ്പന, മാർഗംകളി, അങ്ങനെ ഇഷ്ടം പോലെ. ഇത് അമ്മയുടെയൊക്കെ 4ാമത്തെ ഡാൻസ് ആയിരുന്നു. ഇത് ഓരോ നവരസങ്ങൾ. ഇവർക്ക് കിട്ടിയത് കരുണയാണ്. ഇത് ഡാൻസ് എല്ലാം കഴിഞ്ഞ് ആങ്കറുമായിട്ട് നിന്ന് അവർ വീഡിയോ എടുക്കുക. ഇത് അമ്മയുടെ ഒരു ഫ്രണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളാമെന്ന് പറയാം അവർ. ഇത് ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാം. വീട്ടിൽ വന്ന് അമ്മാമ്മയും വന്നിട്ടുണ്ട് ഞങ്ങളോട്. ഇത് അമ്മ അവിടെ ഇരുന്ന് മുടി അഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സും എല്ലാം ഊരാൻ സഹായിച്ചു. മുടിയും എല്ലാം അഴിച്ചു കൊടുത്തു. ഭയങ്കര ബുദ്ധിമുട്ടായത് കഴിയുമ്പോൾ ഇത് അമ്മയുടെ ഫോട്ടോസൊക്കെ ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ.